ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു പായസം ഉണ്ടാക്കാം. നമുക്കൊരു കടായി അടുപ്പത്തോട്ട് വെക്കാം. വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കടായി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മൂത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു 1.5 പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ്. മൂത്ത് വരുന്നുണ്ട്. നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. നമുക്കൊരു അടുപ്പ് കത്തിച്ച് ഉരുളിയും കൂടെ വെച്ച് കൊടുക്കാം. ഞാൻ 2 കവർ പാലാണ് എടുത്തേക്കുന്നത്. നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കൂട്ടത്തിൽ ഞാനൊരു 100 ഗ്രാം ചൗരി എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. വെന്ത് വരട്ടെ. തിളച്ച് വരുന്നുണ്ട്. നല്ലവണ്ണം വേവട്ടെ ചൗരി വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇതിനടപ്പിന് ഒരു 2 അടപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടെ പഞ്ചസാരയുടെ ആവശ്യമുണ്ട്. ഞാൻ ഒരടപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ആവശ്യമായ പഞ്ചസാര ഉപയോഗിക്കുക. ഇനി നമുക്ക് വഴറ്റി വെച്ചേക്കുന്ന പഴവും കൂടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇതിൽ കിടന്ന് വേവട്ടെ. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ മുന്തിരിങ്ങയില്ല. ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് കുറച്ച് ഏലക്കായും കൂടെ പൊടിച്ചു കൊടുക്കാം. അത് ഞാൻ 2 സ്പൂൺ പഞ്ചസാരയും ഒരു 5-6 ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചതാണ്. നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. കുറുകിയും വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ രുചിക്കായിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഴപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇവിടെ സിമ്പിൾ റെസിപ്പിയാണ്. വെരി ടേസ്റ്റി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. ലൈക്കും കമൻറ്റും ഫോളോയും ചെയ്യണം. താങ്ക് യു.